പകൽമാന്യന്മാരുടെ ചെയ്തികൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും നിയമ മേഖലയിൽ നിന്ന് തന്നെ അതിനുള്ള നടപടികളുണ്ടാകും. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിരുത്തരവാദപരമായ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് തന്നെ 4-5 വർഷക്കാലം ഗവൺമെൻറ് കയ്യിൽ വച്ചുകൊണ്ടിരുന്നത് ഒന്ന് പൊടി തട്ടി നോക്കിയിട്ട് എന്താണ് ഈ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഇനി മേലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. പേര് പുറത്തു പറയാൻ ഗവൺമെൻറ് മടി കാണിക്കുന്നു എന്നുള്ളത്, വിവരാവകാശ കമ്മീഷൻ പോലും അതിന് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് എല്ലാവർക്കും മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെതിരായി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണ്ടേ? അത് പോകുന്നില്ല. ഈ വേട്ടക്കാരനോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാമല്ലോ ഗവൺമെൻറ് സ്റ്റാൻഡ്. അന്വേഷണ ഏജൻസികൾക്ക് ചുമതലപ്പെടുത്തിയാലും അവരും ഈ വേട്ടക്കാരോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ് ഇതൊന്നും പറയാൻ പറ്റില്ല. നമസ്കാരം. മറുനാടനൊപ്പം ഉള്ളത് BJP നേതാവും അഡ്വക്കേറ്റുമായ JR പത്മകുമാറാണ്. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഒരു ചെറുവിരൽ അനക്കാൻ പോലും എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല, നടപടിയെടുത്തില്ല, ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റി വച്ച സാഹചര്യങ്ങൾ നമുക്കറിയാം. ഈ മേഖലയിലുള്ള ചില ആശാസ്യമല്ലാത്ത നടപടികൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സിനിമാ താരത്തിന് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേ സ്ത്രീകൾ മുന്നോട്ട് വരികയും അതിനെതിരായിട്ടൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി മുന്നോട്ട് വരികയും ഒരു പ്രത്യേക ഓർഗനൈസേഷനൊക്കെ രൂപീകരിച്ച് ഈ മേഖലയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഒരു ആദ്യഘട്ടത്തിൽ നടത്തുകയുണ്ട്. പിന്നീട് പലരും അതിൽ നിന്നൊക്കെ പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട സമയത്തൊക്കെ പിന്നോട്ട് പോയെങ്കിലും കുറേ ആളുകൾ അതിൽ ഉറച്ചു നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ സിനിമാ നടി ശാരദ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് തന്നെ 4-5 വർഷക്കാലം ഗവൺമെൻറ് കയ്യിൽ വച്ചുകൊണ്ടിരുന്നത് ഒന്ന് പൊടി തട്ടി നോക്കിയിട്ട് എന്താണ് ഈ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഇനി മേലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ അതിനടുത്ത് ഒരുപാട് വിവാദങ്ങൾ വന്നു, പലരും കോടതിയിൽ പോയി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഭാഗികമായിട്ടെങ്കിലും ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ആ ഇരയായ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ട് വരുമ്പോൾ ഇരയായ ആളുകളെ പേര് മറച്ചു വയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നിയമപരമായിട്ട് അവരെ വീണ്ടും ഹരാസ് ചെയ്യാൻ, സമൂഹത്തിന് പിച്ച് ചീന്താൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ അത് മറച്ചു വെച്ചുകൊണ്ട് മാസ്ക് ചെയ്ത് ബാക്കി വാർത്തകൾ പുറത്തു വരണമെന്നാണ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ സിനിമയുടെ ഉന്നത ആളുകളുടെക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അവരെയൊക്കെ പേര് പുറത്തു പറയാൻ ഗവൺമെൻറ് മടി കാണിക്കുന്നു എന്നുള്ളത്, വിവരാവകാശ കമ്മീഷൻ പോലും അതിന് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. ഇവരാരുടെയാണ്? അപ്പോൾ ഇത് അതേസമയം ഇതേ തെറ്റ് സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ആളുകളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പാവങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, പ്രതിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു, പ്രതിയുടെ വീട് ആളുകൾ അടിച്ചു വിളിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ സമൂഹത്തിൽ വലിയ ആളുകൾ ഇപ്പോൾ അവരെയും സംരക്ഷിക്കുക. അപ്പോൾ ഇരയോടും വേട്ടക്കാരനോടും ഓടുന്നൊരു സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. തീർച്ചയായിട്ടും കോടതി അതിനെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ അന്ന് അത് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ പകൽമാന്യന്മാരുടെ ചെയ്തികൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും നിയമ മേഖലയിൽ നിന്ന് തന്നെ അതിനുള്ള നടപടികളുണ്ടാകും. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിരുത്തരവാദപരമായ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്, കാലവിളംബം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. ഒരിക്കലും അത് പാടില്ല. ഇരകളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയും അത് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്, അതിൽ കമ്മിറ്റി മെമ്പർമാരെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോൾ പുറമേ വരുന്ന ന്യൂസാണ്. പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്ത, മീഡിയ വാർത്ത. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും
അതിനെ സംബന്ധിച്ച് കൺസേൺഡ് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ അതിൻ്റെ വിവരം അറിയിക്കേണ്ടത് കമ്മിറ്റികളുടെ ബാധ്യതയാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ട് 5 വർഷക്കാലം 4 വർഷക്കാലം ഇരുന്നു. അപ്പോൾ അപ്പോഴും ഗവൺമെൻറ്റും സുവമോട്ടോ ഇതിന് നടപടി സ്വീകരിക്കേണ്ടതാണ്. അതല്ല, ഏത് ക്രൈമിനെക്കുറിച്ചും ഇതിനകത്ത് ഈ അന്വേഷണത്തിനകത്ത് ക്രൈമിനെ സംബന്ധിച്ച് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് അന്നേ പോലീസിന് കൈമാറേണ്ടതായിരുന്നു. ഗവൺമെൻറ് കിട്ടിയിട്ട് ഗവൺമെൻറ്റും സുവമോട്ടോ കേസെടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമായ നിയമ ലംഘനമാണ് ഈ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്, ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് ഇരകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കണം. പിന്നെ ഇരകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആരോപണങ്ങളും മീഡിയയിൽ കൂടി പുറത്തു വരുന്നവരെല്ലാം ഇരകളാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മുടെ അവരോടൊപ്പം സഹകരിക്കുകയും വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ ഒരവസരമാക്കി എടുത്തുകൊണ്ട് വെളിച്ചത്തുകൊണ്ട് ഇങ്ങനെ എന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാന്യമായി ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഇത് ഒരൊറ്റ തവണ അവരുടെ ഭാഗത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി മറ്റൊരാളുടെ ഭാഗത്തുണ്ടായാൽ അത് അന്ന് തന്നെ പറയണം. അത് പറഞ്ഞില്ലെങ്കിലും പിന്നെ പറയുന്നതിലും തെറ്റില്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും പിന്നീട് ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നതിലും അതിൻ്റെ ജെന്യുവിനെസ് കൂടി പരിശോധിക്കേണ്ടതാണ്. ആർക്കെതിരെയും എന്ത് ആരോപണം ഉന്നയിക്കുക എന്നുള്ളൊരവസ്ഥയും സമൂഹത്തിന് നല്ലതല്ല. ഈ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു നമ്മുടെ സർക്കാർ സ്വീകരിച്ചത്. ഈ കോടതിയുടെ ഈ ഇടപെടൽ മൂലം സത്യത്തിൽ ഈ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിൽ കൂടുതൽ സാധ്യതയുള്ളതിൻ്റെ വിലയിരുത്തലുണ്ടാണ്. അല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, വേട്ടക്കാരനോടൊപ്പം ഓടുക. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോസിക്യൂഷൻ്റെ ചുമതല എന്താ? പ്രതിയായിട്ട് വരുന്ന ആൾക്കെതിരെ അനുകൂലമായിട്ടൊരു വിധി താഴെ കോടതിയിൽ വന്നാൽ അതിനെതിരായി ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. അതിനെതിരായി മുന്നോട്ട് പോവുക, അപ്പീൽ കൊടുക്കുക, ആ വിധി അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നടപടികൾ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഈ സാധാരണ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് എല്ലാവർക്കും മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരായി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണ്ടേ? അത് പോകുന്നില്ല. ഈ വേട്ടക്കാരനോടൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാമല്ലോ ഗവൺമെൻറ് സ്റ്റാൻഡ് ഇന്നതാണ് എന്നുള്ളത്. ഇത്രയും കാലം ഈ പലരും കമ്മിറ്റി മുമ്പിട്ട് നേരിട്ട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. ആ സമൂഹം അവരെല്ലാം അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെല്ലാം മാന്യന്മാരെ പോലെ സമൂഹത്തിൽ നടക്കുകയാണെങ്കിൽ ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടായാൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് അവർക്കുണ്ടായിട്ടുള്ള പീഡനങ്ങളോ വേദനകളോ ബുദ്ധിമുട്ടുകളോ പറയുമോ? അധികാര സ്ഥാനങ്ങളോട് പറയുമോ? പരാതി കൊടുക്കാൻ തയ്യാറാകുമോ? ഗവൺമെൻറ് വേട്ടക്കാരനോട് അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഫലവത്തായി നിയമ നടപടികളിലേക്ക് പോകുന്നില്ല. ആശ്രയം കോടതിയാണ്. കോടതി എന്ന് പറയുമ്പോൾ കോടതിയുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. കോടതിക്ക് സ്വന്തമായിട്ട് അന്വേഷണ ഏജൻസി ഇല്ല. അന്വേഷണ ഏജൻസികൾക്ക് ചുമതലപ്പെടുത്തിയാലും അവരും ഈ വേട്ടക്കാരോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ് ഇതൊന്നും പറയാൻ പറ്റില്ല.